കാവേരി ഇങ്ങനെ തിരക്കിലാണ്, തീറ്റന്റെ തിരക്കിലാണ് അല്ലേ? അപ്പൊ കാവേരിനെ അറിയാത്തോല് കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ, കുറവേ അത്രയും ഫാൻസ്. പിന്നെ വേറെ വിഷയമുണ്ട്, ഇത് ഇങ്ങനത്തെ ആൾക്കാരോടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് അങ്ങനെ കേട്ടിക്കണ്. പെറ്റ് എന്ന് പറഞ്ഞാല് വെറും പ്രാവും പൂച്ചയും അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമല്ല, ആന ഒരു പെറ്റാക്കി എടുക്കണം എല്ലാവരും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇങ്ങനെ ഷിംലി പെറ്റായിട്ട് കൊണ്ടടക്കുന്ന ഈ കാവേരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരു ആനയാണ്. മാത്രമല്ല കിക്ക് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ആന കൂടിയാണ് കാവേരി. ആ മെമ്പർഷിപ്പ് കാവേരി നേരിട്ട് വന്ന് സ്റ്റേജിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ഫാൻസ് ഉള്ള, നല്ല ഇണക്കമുള്ള ഒരു ആനയാണ് ഇക്കാൻ്റെ കാവേരി. ആന എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെയാണ്. നമ്മളെ പോലെ പല സ്വഭാവക്കാരുണ്ട്. ഇപ്പൊ വിശ്വസിച്ച് കൊണ്ടിരിക്കേണ്ട മനുഷ്യന്മാരെ നമ്മൾ ചതിക്കണില്ലേ, അതുപോലെ തന്നെയാണ് ആനി. ചില ആനകൾ ചിലപ്പോൾ വിശ്വസിച്ച് കൊണ്ടിരുന്നാലും ചിലപ്പോൾ ചെറിയ പേവുകളൊക്കെ പറ്റും. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ലേ, ഞാൻ എവിടെ പോയാലും കഴിച്ചു വിടും, മേയാൻ വിടും. ആനകൾക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലത്തെ പുല്ലാണ്. പട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പൊറാട്ടം തിന്ന മാതിരിയാണ്, അത് ദഹിച്ചാതെ കുറെ നേരം ഉണ്ടാവും. അല്ല നമ്മൾ കാണുന്ന അങ്ങനെയാണല്ലോ, ഇവന്റെ ഒപ്പം കളിച്ചിരിച്ചാന്ന് പറഞ്ഞ റോട്ടിൽ അയച്ചു വിട്ടേക്കണ്, മുമ്പിലാത്തിന്റെ ഇഷ്ടത്തിന് നടക്കണ്. അങ്ങനെ ഒരു നമ്മൾ ആദ്യമായിട്ടാ കാണുന്ന തന്നെ ആനന്റെ അങ്ങനെ ഒരു സ്വഭാവം. അപ്പൊ നമ്മുടെ വിചാരത്തിൽ അപ്പൊ ഭയങ്കര കൂളാണല്ലോ. അപ്പൊ അത് വിചാരിച്ച് ഇങ്ങനെ പോയി നിന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വരവ് കൊണ്ടോന്ന് അവൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ട് പോയാലോ. ആനന്റെ ഒരു സംഭവം എങ്ങനെ അറിയാം, ഈ ആനകൾക്ക് 5 വയസ്സായ കുട്ടികളെ ബുദ്ധിയുള്ളൂ. 5 വയസ്സായ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 5 വയസ്സായ കുട്ടികൾക്ക് എങ്ങനെ, ഇപ്പൊ നമ്മള് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ പുറമക്കാര്, അതുപോലെയാണ് ബൽക്ക്. അതുപോലെ തന്നെ 5 വയസ്സായ അച്ഛനെയൊക്കെ തലേന്റെ കൂട്ട് കാണിക്കുമ്പോ അവര് ഇടയൂലേ, മനസ്സിലാവണ്ടോ? ഇനിയിപ്പൊ അവരെ സ്നേഹിക്കണ കാണുമ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല. അതൊക്കെ തന്നെ അവനെ കൂടുതൽ വേറെ ആരും സ്നേഹിക്കാൻ പറ്റില്ല, അതിനെ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 36 കുറച്ചൊരു ബുദ്ധിമുട്ടുന്ന നമ്മൾ അങ്ങനെ ആക്കിയെടുത്തല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 36 എന്നോടും പണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് തിരുത്തേണ്ട രീതി വേറെ രീതിയാണ്. ഞാൻ ആന വാശിക്കുമ്പോ ഞാൻ വാശിക്കൂല. അപ്പൊ ഞങ്ങൾ രണ്ടാളും, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ചിലപ്പോ ചില നേരത്തെ എനിക്ക് മനസ്സിലാവും അപ്പൊ വാശിയാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഞാൻ പറഞ്ഞില്ല, നമ്മൾ 5 വയസ്സായ കുട്ടീനെ എങ്ങനെ കൊണ്ടിരിക്കണം അതുപോലെ. അതായത് 5 വയസ്സ് ആയ കുട്ടികള് ചെറിയ കാര്യത്തിന് ചിലപ്പോൾ വാശി കാട്ടും, ചെറിയ കാര്യത്തിന് ചിലപ്പോൾ പേടിക്കും, ചെറിയ കാര്യത്തിന് തെറ്റും. അപ്പൊ നമ്മള് കുട്ടികളെന്താ ചെയ്യല്, ചിലപ്പോ അവര് പിന്നെ പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ആന, ഞാൻ പറഞ്ഞു പട്ടാമ്പി നേർച്ചക്ക. അന്ന് ഞാൻ ആനോട് പറഞ്ഞു, അന്ന് ഞാൻ ആ സ്ഥാനത്ത് ആന ഉടക്കാനും പിടിച്ചാനും നട്ടിച്ചാനും നിന്നാ ആന വരൂല. ഞാൻ തോട്ടിയും പടിയും കൊടുത്ത് ആനോട് പറഞ്ഞു പോവാ, വീട്ടിൽ പോവാ. ആന കൂളായി. അപ്പൊ ഏത് ചെറിയ പെറ്റുകളെ പോലെ ആനയും നമുക്ക് പറ്റാക്കി എടുക്കാൻ ശ്രമിച്ചാൽ എനിക്ക് എന്ന് പറഞ്ഞാല്, ഞാന് നായി, പൂച്ച, മറ്റേ ഒട്ടകം, കുതിര, ആന, ഈ സിംഹവും പുലിയും സെറ്റപ്പ് ദുബായ്. അപ്പൊ അതിലൊക്കെ വളർത്തിയില് എനിക്ക് ഏറ്റവും ഒരു സ്നേഹം തോന്നിയത് ഇവലാണ്. കാരണം ഇവർക്ക് മറ്റു മൃഗങ്ങളെക്കാൾ ഒന്നും കൂടി ഒരു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ എന്റെ തനി മലപ്പുറം ഭാഷയാണ് ഇതിനോട് പറയുന്നത്. 36 ഒരു 2-3 മാസം കൊണ്ട് എന്റെ ഭാഷ പഠിച്ചെടുത്തു. ഞാൻ ചട്ടഭാഷയും ഇതൊന്നുമല്ല, ഞാന് ഇവിടെ അങ്ങോട്ട് എവിടുക്കാച്ച് ആക്കെ ചോദിക്കാം, അല്ലെങ്കിൽ കയ്യോടെ ആ ചോദ്യമാണ്. പക്ഷെ 36 അതൊക്കെ പിന്നെ ഞാനും തന്നെ എന്താ പറയുക, 36 ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോലും. ഇപ്പൊക്കെ എന്താ വെച്ചാൽ ഇവിടെ മൂന്തമ്മ ഉയ്യന്റെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യും, അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയാം, അങ്ങനെ ചെയ്യരുത്, കാൽമൊക്കൊന്നുള്ളൂ. നമ്മളെന്താ പറയുക, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യിച്ചാണ് വെറുതെ മുഷിപ്പിക്കരുത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പരിപാടിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ 4 ആളെ കാണുമ്പോൾ അവിടെ നിലവൃത്തി ഷോ കാണിക്കില്ല, അതൊന്നുമല്ല. നമ്മൾ ഒഴിവിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതേമാതിരി അയച്ചുകൂടാ. അപ്പോൾ ഓലും കൂളായി. ഇപ്പം ഞാൻ അതൊക്കെ ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ കിടത്തി. അപ്പോൾ ആനക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമ്മളെ കാലുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മണിക്കൂർ നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഈ ലോറിയിൽ ഇവര് ഇത്രയും ദൂരം നിന്ന് വരില്ലേ. അപ്പൊ കുറച്ച് നമുക്കുണ്ടല്ലോ ഒന്ന് കിടക്കണം എന്ന് തോന്നുന്നു. ആ ഒരവസ്ഥ എനിക്ക് തോന്നി അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ. അപ്പൊ ഒന്ന് കിടത്തി 37 ഒക്കെ ഇല്ലാണ്ട് 37 തീറ്റ. അപ്പോൾ നമ്മളെ കാവേരിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആനകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ആനയെ എങ്ങനെയൊക്കെ ഇണക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് നമ്മളെ ഇക്കാക്കാൻ്റെ കാവേരിനെ കണ്ടാൽ ആ സംശയം നമുക്ക് മാറും. അപ്പോൾ ഏത് സംഗതിയെയും നമ്മൾ പരിശീലിപ്പിക്കുന്ന നമ്മളെങ്ങനെയാണ് അവരോട് പെരുമാറുന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് ഇങ്ങോട്ടുള്ള കിട്ടുന്നത്. എന്താണ് അങ്ങോട്ട് കൊടുക്കണേ അത് ഇങ്ങോട്ട് കിട്ടും. അപ്പോ മനുഷ്യരാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ സ്നേഹിക്കാതെ ഒരാൾ ഇങ്ങോട്ട് സ്നേഹിക്കണോലും ചതിക്കണോലും ഉണ്ട്. മനുഷ്യരെക്കാൾ എന്തിനും ബെറ്റർ വരാം ആനയാണ്.
ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് പിന്നെ നിങ്ങൾ എന്തായാലും കണക്ക് കൂട്ടൂല, എന്നാലും ചോദിക്കട്ടെ, ഒരു ആനയെ പോറ്റുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ സംഗതി? ശരിക്കും ഒരു ആനന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 3000-4000 റുപ്യ ഒരു ദിവസം നമ്മൾ ഒരു ദിവസം ചെലവ് വരും. തീറ്റ വിട്ട് ബാക്കി ഇപ്പോൾ ചട്ടക്കാർ ഇതിപ്പോ ഞാൻ ഒന്നാമനൊക്കെ ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇന്നാ തന്നെ വരുന്നുണ്ട് അത്യാവശ്യം ഒരു സംഖ്യ. ഞാൻ പിന്നെ ഇവിടെ പൈസ പാപ്പാനും കൂടി വരികയാണെങ്കിൽ കൂടും. 3 പാപ്പാമാർ എന്തായാലും വേണം. അവരെ കൂലി, പിന്നെ ചോറ് അവല് പട്ടക്ക് എന്തായാലും നമ്മളിപ്പോ ഇപ്പൊ ഞങ്ങളൊക്കെ 10-20 കിലോമീറ്റർ ഓടിയിട്ടാ പട്ട കിട്ടുന്നുണ്ട്. അതിന്റെ ഡീസൽ എക്സ്പെൻസ്, പണിക്കാർ, അത് ഇത് ഒരു 14,000 റുപ്യ ഡെയിലി കാണണം. ഇത് ചെലവുള്ള വേറെ ഒന്നും നിങ്ങൾ എടുത്തില്ലല്ലോ? ഇല്ല, ആനന്റെ മേലെ പിന്നെ നേരെ താഴെ നിൽക്കേണ്ട കുതിരാളാണ്. നമ്മളങ്ങനെ നോക്കണ്ടോണ്ട് നമ്മൾ അങ്ങനത്തെ തീറ്റാണ് കൊടുക്കുന്നുണ്ട്. അതിപ്പോ പട്ട കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറെ കുറക്കാൻ പറ്റും. നമ്മൾ ചോറും അവലും ഒക്കെ നിർത്തിയാല് നല്ല കുറക്കും. അതായത് പട്ടനെ കുറിച്ച് പറഞ്ഞത് പൊറാട്ട കഴിക്കണ പോലെ ഇവരെ കൊണ്ടടക്കണത് അത് പട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സ്വന്തം കുടുംബാംഗം പോലെ കൊണ്ടടക്കണം. എനിക്ക് ഒരു കടയിലും പറ്റില്ല. ഇപ്പൊക്കെ നമ്മളവിടെ കടയിൽ പറ്റാ. നമ്മളൊരു മാസം പൈനാപ്പിളും ചോക്കോബാറും തിന്ന് ബില്ല് 6000 ഉണ്ടാവും ഒരു മാസം. അത് ചിലപ്പോൾ ഇതേമാതിരി പൈനാപ്പിൾ നിന്ന് കണ്ട് ചോക്കോബാറും കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എടുക്കുമ്പോൾ അങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ അവിടെ എന്തേ ഒന്നും കൂടി കൊടുത്താടാ, അങ്ങനെ തിന്നത് മാസം 6000 റുപ്യന്റെ അടുത്ത് ബില്ലുണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്. ചെലവുണ്ട് കേട്ടോ സംഗതിക്ക്. വെറും നമുക്ക് എന്താ പറയാ, ഒരു ഇമ്പം മാത്രം പോരാ. ഞങ്ങള് പറഞ്ഞാല് ഒരു 10, 20, 15 പരിപാടി ഏറെ എടുക്കും. അതിന് നോക്കണ ഒരു ലോറി ഏതൊരു ലോറി വെറുതെ ചക്ക. നമ്മളെ എക്സ്പോർട്ട് വണ്ടി ഇവിടെ കൊടുത്തിട്ടില്ലല്ലേ? ഫോർച്യൂണർ. അല്ല നമ്മളെ മറ്റൊരു കാരവാൻ എടുത്തിട്ടില്ല. എന്താ വെച്ചാലേ ഞങ്ങള് ആന ഞാൻ കയറ്റി വിട്ടു, പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. എന്തായാലും കാവേരി നമുക്ക് ഇവിടുന്ന് ഒന്നും കൂടി കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. കുറച്ച് വിവരങ്ങളൊക്കെ ഷിംലി നമ്മളോട് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് ഇനി കാവേരിക്ക് വേണ്ടി ഞാനൊന്നും പറയണ്ടല്ലോ. എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കാവേരിനെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കൂല അല്ലേ? അതെ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഇതിനെ ഏറ്റെടുത്തോളി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.